കേരളം ആവശ്യപ്പെട്ടാൽ സിൽവർ ലൈൻ പദ്ധതി പരിശോധിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും പദ്ധതി പ്രായോഗികമാണെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഹൈസ്പീഡ് പദ്ധതിയും പരിശോധിക്കാമെന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത് വലിയ പ്രശ്നമാണെന്നും പറഞ്ഞു. കേരളത്തിൽ ഹൈസ്പീഡ് RRTS പദ്ധതി അനുവദിക്കുമോ എന്ന ഹാരിസ് ബീരാൻ MP-യുടെ ചോദ്യത്തിനാണ് മറുപടി. The previous project, the Silver Line project, which was proposed by the state government, that project had huge environmental impacts, and that project I think that was not even feasible. But still, if the state government wants, then we can reconsider that, Honorable Chair, and through Honorable MPs, that the state government should support the central government in getting the railway projects expedited. The land acquisition is such a serious problem and the kind of support is so less, just about 14% of the land has been acquired. How will we develop the projects? How will we develop the railway lines if the state does not support? തൗഫീഖ് അസ്ലം ചേരുകയാണ്. തൗഫീഖ്, വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, പദ്ധതി പ്രായോഗികമാണോ എന്ന് അറിയില്ല, കരുതുന്നില്ല എന്ന് പറയുന്ന മന്ത്രി സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ സിൽവർ ലൈൻ പദ്ധതി പരിശോധിക്കാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം തന്നെ ഹൈസ്പീഡ് പദ്ധതിയും ഒപ്പം തന്നെ RRTS പദ്ധതി, അത് ആ വിഷയത്തിൽ മന്ത്രി എന്താണ് പറഞ്ഞത്? കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടല്ലോ. മഹേഷ്, നിരവധി കാര്യങ്ങൾ കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. എന്നിരുന്നാലും കേരളം വീണ്ടും ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ സിൽവർ ലൈൻ പദ്ധതി പരിശോധിക്കാമെന്നാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി രാജ്യസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും പദ്ധതി പ്രായോഗികമാണെന്ന് കരുതുന്നില്ലെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ടും കേരളം ഇനിയും അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സാധാരണ നിലയിൽ അത് പരിശോധിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഹൈസ്പീഡ് പദ്ധതിയും പരിശോധിക്കാമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നമാണെന്നും 14% ഭൂമി മാത്രമാണ് ഏറ്റെടുക്കാൻ കഴിഞ്ഞതെന്ന് കൂടി മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഏത് പദ്ധതി നടപ്പാക്കണമെങ്കിലും അതിന് ഭൂമി ഏറ്റെടുക്കലാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത്. എന്നാൽ കേരളം മുന്നോട്ട് വെക്കുന്ന പദ്ധതികളിൽ ആവശ്യമായിട്ടുള്ള സഹകരണം കേരളത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലാണ് അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിച്ചത് ഈ 14% ഭൂമി മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കാണിച്ചു ഇപ്പോൾ പറയുകയുണ്ടായത്. ഹൈസ്പീഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഭൂമിയുടെ കണക്ക് മന്ത്രി പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പാക്കാനായി സാധിക്കുകയുള്ളൂ എന്നുകൂടി മന്ത്രി പറയുകയുണ്ടായി. റെയിൽവേ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹകരണം കുറവാണെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി. അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ശബരിപാതയ്ക്ക് സംസ്ഥാനം ഭൂമി ഏറ്റെടുത്തത് റെയിൽവേയുടെ പ്രേരണ മൂലമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മന്ത്രി അക്കാര്യം വ്യക്തമാക്കിയത്.